Good morning all. In the last class we have discussed this topic, which is memory capacity planning. We have discussed all these concepts. Then we have also discussed on problem related to this concept. This is a university question, very important question. Okay, next we are going to discuss another problem. This is also a university question. This is the same question I have given to you as a homework. Now let us discuss it. Consider a two-level memory hierarchy M1 and M2 of size 64 KB and 4 MB respectively, with access time T1 equal to 20, T2 equal to 200, and cost C1 and C2 are $0.01 byte, C2 0.0005 per byte respectively. The cache hit ratio H1 equal to 0.95 at the first level. Find the effective cost of the effective access time and the total cost of the memory system. അപ്പോൾ ഇതിൻ്റെ ആക്സസ് ടൈമും മെമ്മറി കോസ്റ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എടുത്തെഴുതുക. ഓക്കെ, ഒരു ടേബിൾ ഫോമിൽ എഴുതിയാൽ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാൻ ഹിറ്റ് റേഷ്യോ, കപ്പാസിറ്റി, ആക്സസ് ടൈം, കോസ്റ്റ് ഇതെല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓരോ സെപ്പറേറ്റ് കോളമായിട്ട് ഞാനത് എഴുതി. ഹിറ്റ് റേഷ്യോ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ലെവലാണ് അല്ലേ, 2 ലെവൽസ് ഓഫ് മെമ്മറി ഹൈറാർക്കിയാണ്, M1ഉം M2ഉം. ഓക്കെ, അപ്പോൾ ഇത് M1 ക്യാഷാണ് എന്നങ്ങ് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ഹിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അത് ക്യാഷും താഴെയുള്ള മെയിൻ മെമ്മറിയും ആയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്യാഷ് ഹിറ്റ് റേഷ്യോ നമ്മൾ എടുക്കുകയാണ്. ക്യാഷ് ഹിറ്റ് H1 ഈക്വൽ ടു 0.95 ഓൾറെഡി തന്നിട്ടുണ്ട്. H2 തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കപ്പാസിറ്റി S1 ക്യാഷിൻ്റെതാണ്. S1 എന്ന് പറയുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി വിച്ച് ഈസ് 64 KB. ഓക്കെ, മെയിൻ മെമ്മറിയുടേത് 4 MB അത് നമ്മൾ ഇവിടെ എടുത്തെഴുതി. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ 4 MBനെ നമ്മൾ KB കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്സസ് ടൈം ഈസ് ഓൾസോ ഗിവൺ T1. ക്യാഷിൻ്റെ ആക്സസ് ടൈം T1 20 നാനോസെക്കൻഡ്. മെയിൻ മെമ്മറി ആക്സസ് ടൈം ഈസ് T2 200 നാനോസെക്കൻഡ്. കോസ്റ്റ് ഈസ് ഓൾസോ ഗിവൺ, ദാറ്റ് ഈസ് ഓൾസോ റിട്ടൺ ഹിയർ. ഓക്കെ, ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറെ ഒന്നുമില്ല. എഫക്റ്റീവ് ആക്സസ് ടൈമാണ് ആദ്യം ആദ്യം എഴുതേണ്ട ഫോർമുല ഏതാണ്? 2 ലെവലാണ് അല്ലേ. 2 ലെവലുള്ളപ്പം നമ്മൾ ഇത്ര എഴുതിയാൽ മതി. H1 T1 പ്ലസ് 1 മൈനസ് H1 ഇൻറ്റു H2 T2. അപ്പോൾ നമുക്ക് 2 ലെവലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ H1 T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H1 ഈസ് 0.95, T1 ഈസ് 20. ഓക്കെ, പ്ലസ് 1 മൈനസ് H1, ഇതിൻ്റെ മിസ് റേഷ്യോ എടുക്കുക, അതാണ് 1 മൈനസ് H1 എന്ന് പറയുന്നത്. 1 മൈനസ് H1 എടുത്തു, ദാറ്റ് ഈസ് 0.05 ഇൻറ്റു H2. H2 ഈസ് 1. ഓക്കെ, H2 ഈസ് 1. T2 ഈസ് 200. ഓക്കെ, സോ ദ ആൻസർ ഈസ് 29 നാനോസെക്കൻഡ്. ക്ലിയർ? ടോട്ടൽ കോസ്റ്റ്, അടുത്ത ടോട്ടൽ കോസ്റ്റാണ്. അതിൻ്റെ ഫോർമുല സിഗ്മ I ഈക്വൽ ടു 1 to n CISI. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ലെവലേ ഉള്ളൂ. സിഗ്മ I ഈക്വൽ ടു 1 to 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും C1 S1 പ്ലസ് C2 S2. ഇപ്പോൾ C1 തന്നിട്ടുണ്ട്, ക്യാഷിൻ്റെത് 0.01 ഇൻറ്റു 64. ഓക്കെ, പ്ലസ് 0.005 ഇൻറ്റു 4. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം, ഇതിനെ നമ്മൾ KB കൺവേർട്ട് ചെയ്യണം. ഓക്കെ, MBനെ KB കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വി ഗെറ്റിംഗ് $21.12 ആസ് ദ ആൻസർ. ഓക്കെ, അപ്പം ഇത് പലർക്കും തെറ്റിയിട്ടുണ്ട്. പലരും ഈ 1024 രണ്ട് സൈഡിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ KB ഇതിനെ ബൈറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. KB നമുക്ക് ഇട്ടാം, ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നമുക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു യൂണിറ്റിലോട്ട് ഇടുക. അപ്പോൾ ഇവിടെ നമുക്ക് KB തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ KB ആക്കുക. അല്ലെങ്കിൽ ബൈറ്റ് ആക്കുന്നെങ്കിൽ നമ്മൾ
ഇതിൽ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിന് നമ്മൾ 1024 ഇൻറ്റു 1024 വീണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബൈറ്റിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലോട്ട് നമ്മൾ മാറ്റി ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഡിസൈൻ ഓഫ് എ 3 ലെവൽ. ഇവിടെ നമുക്ക് 3 ലെവൽ മെമ്മറി ഹൈറാർക്കിയാണ് വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ നമുക്ക് ആ ടേബിൾ ഫോമിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ടേബിൾ എഴുതേണ്ട കാര്യമില്ല, ടേബിൾ ഫോമിൽ തന്നെ തന്നിട്ടുണ്ട്. The heat ratio of the cache is H1.98 and the memory H2 is 0.9. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷും മെമ്മറിയാണ് അല്ലേ. ഇനി നമുക്ക് ക്യാഷും മെമ്മറിയും പിന്നെ നമുക്ക് ഏതാണ്ട് ഡിസ്ക് അറയുണ്ട്. ഓക്കെ, അതിൻ്റെ നമുക്ക് ഹീറ്റ് റേഷ്യോ തന്നിട്ടില്ല, അത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ H3 നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ. അപ്പോൾ H1.98, H2 0.9, H3 ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് ആക്സസ് ടൈം. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കുമ്പോൾ 3 ലെവലുണ്ട്. അപ്പോൾ 3 ലെവലിന് വേണ്ടിയിട്ടുള്ള ഫോർമുല എഴുതുക. H1 T1 പ്ലസ് 1 മൈനസ് H1 ഇൻറ്റു H2 T2. ഇത്രയും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അല്ലേ. ഇനി നമ്മൾ മൂന്നാമത്തെ ലെവലിന് വേണ്ടി എഴുതുക. 1 മൈനസ് H1 ഇൻറ്റു 1 മൈനസ് H2 ഇൻറ്റു H3 T3. ഓക്കെ, അതെഴുതുക. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു കൺവേർഷൻ വരും. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നമുക്ക് നോക്കാം. H1 is 0.9, H1 is 0.98 ആണ് കേട്ടോ, 95 എന്ന് എഴുതിയേക്കാണ്. 98 ഇൻറ്റു 25 പ്ലസ് 1 മൈനസ് H1 0.02 ഇൻറ്റു H2 T2 അതിൻ്റെ വാല്യൂ ആണത്. ദെൻ 1 മൈനസ് H1 ഇൻറ്റു 1 മൈനസ് H2. ഓക്കെ, ഈ H3 T3 ആണ് എഴുതിയേക്കുന്നത്. H3 T3 നമുക്ക് H3 എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്തു. T3 എത്രയാണ്? T3 is 4 മില്ലി സെക്കൻഡ്. അതിന് നമ്മൾ നാനോ സെക്കൻഡ് ആക്കിയിരിക്കുന്നതാണിത്. 4 × 10⁻⁶. ഓക്കെ, അത് നമ്മൾ വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്ത് നമ്മളിതിനെ ഇങ്ങനെ എഴുതി. 40 പ്ലസ് 8 × 10⁻⁻8 എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ആക്കി, നാനോ സെക്കൻഡ്. ഓക്കെ, ദിസ് ഈസ് ദ എഫക്റ്റീവ് ആക്സസ് ടൈം. നെക്സ്റ്റ് ടോട്ടൽ കോസ്റ്റ് C1 S1 പ്ലസ് C2 S2 C3 S3. വൈ? ബിക്കോസ് നമുക്ക് 3 ലെവലുണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരെണ്ണം KB, ഒരെണ്ണം MB, ഒരെണ്ണം GB. അപ്പോൾ നമ്മളെല്ലാം KB-ലോട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ 32-ന് നമ്മൾ KB-ലോട്ട് മാറ്റിയതാണ് 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഈ 39.8-ന് KB-ലോട്ട് മാറ്റിയതാണ് 1024 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വിൽ ബി ഗെറ്റിംഗ് ദിസ് ആൻസർ. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, വേറെ ഒന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 6-8 മാർക്ക് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. ഓക്കെ, നെക്സ്റ്റ് we are going into a new topic, which is advanced processor technology. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഓരോ പ്രോസസ്സറിൻ്റെ ഓരോ വേരിയൻസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതായത് മൾട്ടി പ്രോസസ്സർ പഠിച്ചു, മൾട്ടി പ്രോസസ്സറിങ് ടെക്നിക്സ് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള ഹൈ പെർഫോമൻസ് പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ സ്കെയിലിംഗ് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചറൽ ഫാമിലീസ് ഓഫ് മോഡേൺ പ്രോസസ്സേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ് ഹിയർ. അപ്പോൾ നമ്മുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പ്രോസസ്സേഴ്സിൻ്റെ ആർക്കിടെക്ചറൽ അതിലുൾപ്പെടുന്ന സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ മേജർ പ്രോസസ്സർ ഫാമിലീസ് ടു ബി സ്റ്റഡീഡ് ഇൻക്ലൂഡ് CISC, RISC നമുക്കറിയാം അല്ലേ. Superscalar, VLIW, സൂപ്പർ പൈപ്പ്ലൈൻഡ്, വെക്റ്റർ ആൻഡ് സിംബോളിക് പ്രോസസ്സേഴ്സ്. ഇതാണ് നമ്മൾ ഈ ഫാമിലീസിൽ ഉൾക്കൊള്ളുന്ന ചില സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സാണിത്. ഓക്കെ, മോഡേൺ പ്രോസസ്സറിൻ്റെ
മോഡേൺ പ്രോസസ്സർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫാമിലി പ്രോസസ്സേഴ്സ് ഉണ്ട്. ആ ഫാമിലി പ്രോസസ്സേഴ്സിൽ വരുന്ന ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇപ്പോൾ സിസ്ക്കും റിസ്ക്കും അറിയാം. കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലേ, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലേ, ഇത് രണ്ടെണ്ണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സൂപ്പർ സ്കെയിലർ, വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ് VLIW, സൂപ്പർ പൈപ്പ്ലൈൻഡ്, വെക്റ്റർ ആൻഡ് സിംബോളിക് പ്രോസസ്സേഴ്സ്. ഇപ്പോൾ സ്കെയിലർ ആൻഡ് വെക്റ്റർ പ്രോസസ്സേഴ്സ്, നമ്മൾ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. സ്കെയിലർ ആൻഡ് വെക്റ്റർ പ്രോസസ്സേഴ്സ് ആർ യൂസ്ഡ് ഫോർ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ദാറ്റ് വി ഹാവ് ഓൾറെഡി seen in the first module. Then symbolic processors are used for AI application, AI related applicationസിനാണ് നമ്മൾ സിംബോളിക് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സേഴ്സിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഡിസൈൻ സ്പേസ് ഓഫ് പ്രോസസ്സേഴ്സ്. ഈ പറഞ്ഞ പ്രോസസ്സേഴ്സിൻ്റെ ഡിസൈൻ സ്പേസ്. ഇപ്പോൾ ഡിസൈൻ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോസസ്സേഴ്സിന് നമുക്ക് ക്ലോക്ക് സൈക്കിൾ, രണ്ട് കീവേഡ്സ്, രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് നമുക്ക്. ക്ലോക്ക് റേറ്റും ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷനും, CPI സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ, ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മളിതിനെ മാപ്പ് ചെയ്യും. ഇതിൻ്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ ഫാമിലീസ് ക്യാൻ ബി മാപ്ഡ് ഇൻ ടു എ കോർഡിനേറ്റഡ് സ്പേസ് ഓഫ് ക്ലോക്ക് റേറ്റ് വേഴ്സസ് ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റഡ് സ്പേസിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സിസ്ക് ആർക്കിടെക്ചർ പ്രോസസ്സർ, റിസ്ക്. ഓക്കെ, ദെൻ VP സ്റ്റാൻഡ്സ് ഫോർ വെക്റ്റർ പ്രോസസ്സർ. ഇത്രയും മൂന്നെണ്ണേ ഇതിനകത്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബിലോങ് ചെയ്യുന്നത് ഈ CPIയുടെ കണക്ക് വെച്ചിട്ടാണ്. CPU ആൻഡ് ക്ലോക്ക് സ്പീഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോർഡിനേഷൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിസ്ക് പ്രോസസ്സറിൻ്റെ CPI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഞ്ചിങ് ബിറ്റ്വീൻ 2 and 5 അല്ലേ. 2 and 5 നിൽക്കുകയാണ്. അതായത് CPI കൂടുതലാണ് അതിന്. ഓക്കെ, പക്ഷേ റിസ്ക് പ്രോസസ്സർ ആകുമ്പോഴത്തേക്കും CPI വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI കുറഞ്ഞ പ്രോസസ്സേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അതായത് മിനിമം ടൈമിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് CPI എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോക്ക് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര സൈക്കിൾ എടുത്താണ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ മിനിമം സൈക്കിൾ എടുക്കുന്നതാണ് ബെസ്റ്റ് പ്രോസസ്സർ. അപ്പം CISC എന്ന് പറയുന്നത് അത്ര ഒരു നല്ലൊരു പ്രോസസ്സറല്ല, കാരണം ഇതിൽ CPI ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് റിസ്ക് പ്രോസസ്സർ ഈസ് എ മച്ച് ബെറ്റർ പ്രോസസ്സർ കമ്പയർഡ് ടു CISC ബിക്കോസ് ദ CPI ഈസ് ലെസ്. ഓക്കെ, ഇനി ഈ രണ്ട് കേസിലും ഫോർ CISC ആൻഡ് റിസ്ക് ദ ക്ലോക്ക് സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. രണ്ടിൻ്റെയും ക്ലോക്ക് സ്പീഡ് നമ്മൾ GHz, നമ്മൾ 1.5 GHz, 2.2 GHz പ്രോസസ്സർ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ആ ക്ലോക്ക് സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് വെക്റ്റർ പ്രോസസ്സർ ദ ക്ലോക്ക് സ്പീഡ് ഈസ് ഇൻക്രീസിങ് അല്ലേ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ദ പെർഫോമൻസ് ഓഫ് ദ പ്രോസസ്സർ ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പെർഫോമൻസ് കുറഞ്ഞ പ്രോസസ്സേഴ്സാണ്. ഓക്കെ, അതായത് ലോ കോസ്റ്റ് ലോ പവർ പ്രോസസ്സേഴ്സാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടി കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോസസ്സേഴ്സ് അടുക്കി വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ആക്കും. അതിനാണ് ഈ മൾട്ടി കോർ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ കോർ പ്രോസസ്സേഴ്സിന് പെർഫോമൻസ് കുറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ലെഫ്റ്റ് പോർഷനിൽ വരുന്നതെല്ലാം ലോ പെർഫോമൻസ് ഉള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം ഹൈ പെർഫോമൻസ് പ്രോസസ്സേഴ്സാണ്. ഓക്കെ, അതാണ് പറയുന്നത്, അതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. പ്രോസസ്സർ ഫാമിലീസ്, അതായത് ഈ സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ക്യാൻ ബി മാപ്ഡ് ഇൻ ടു എ കോർഡിനേറ്റഡ് സ്പേസ് വിച്ച് ഈസ് ഹാവിങ് 2 attributes, ക്ലോക്ക് റേറ്റ് ആൻഡ് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഏത് പ്രോസസ്സറായിരിക്കും? CPI കുറഞ്ഞതും
ക്ലോക്ക് റേറ്റ് കൂടിയത്. ഓക്കെ, സി പി ഐ കുറഞ്ഞത് ക്ലോക്ക് റേറ്റ് കൂടിയതുമായിട്ടുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും ബെസ്റ്റ് പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോസസ്സേഴ്സിൽ ഏതൊക്കെ പ്രോസസ്സേഴ്സാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്, ഈ സ്പേസിൽ പെടുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. ക്ലോക്ക് റേറ്റ് ഓഫ് ദ വേരിയസ് പ്രോസസ്സേഴ്സ് ഹാവ് മൂവ്ഡ് ഫ്രം ലോ ടു ഹൈ. ഓക്കെ, അപ്പോൾ ക്ലോക്ക് റേറ്റ് നമ്മൾ ലോയിൽ നിന്ന് ഹൈയിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട് അല്ലേ. ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ലോയിൽ നിന്ന് എല്ലാവരും ഹൈയിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ടുവേർഡ്സ് ദ റൈറ്റ് ഓഫ് ദ ഡിസൈൻ സ്പേസ് അല്ലേ. റൈറ്റ് സൈഡിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. എല്ലാ പ്രോസസ്സറും റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ പ്രോസസ്സർ മാനുഫാക്ചേഴ്സ് ക്യാൻ ഹാവ് ബീൻ ട്രൈങ് ടു ലോവർ ദ CPI റേറ്റ് അല്ലേ. CPI റേറ്റ് എപ്പോഴും കുറഞ്ഞ CPI റേറ്റുള്ള പ്രോസസ്സേഴ്സാണ് ബെസ്റ്റ് പ്രോസസ്സർ. അപ്പോൾ അത് അവർ മാനുഫാക്ചറേഴ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദേ ആർ ട്രൈങ് ടു ലോവർ ദ CPI റേറ്റ് യൂസിങ് ഇന്നോവേറ്റീവ് ഹാർഡ്വെയർ അപ്രോച്ചസ്. ഓക്കെ, ചില ഇന്നോവേറ്റീവ് ഹാർഡ്വെയർ ടെക്നിക്സ് വെച്ചിട്ട് ദേ ആർ ട്രൈങ് ടു റെഡ്യൂസ് ദ CPI. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഈ ഒരു സ്പേസ് ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. അതായത് നമ്മുടെ പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ ഏറ്റവും വലതുവശത്ത് റൈറ്റ് സൈഡിൽ ഏറ്റവും ബോട്ടമിലിരിക്കുന്ന പ്രോസസ്സേഴ്സ് ആയിരിക്കും ഏറ്റവും ഹൈ പെർഫോമൻസ് പ്രോസസ്സേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വെക്റ്റർ പ്രോസസ്സർ ആയിരിക്കും ഹൈ പെർഫോമൻസ് പ്രോസസ്സർ. ഓക്കെ, ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ദർ ആർ 2 മെയിൻ കാറ്റഗറീസ് ഓഫ് പ്രോസസ്സേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CISC ആൻഡ് RISC. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ 2 കാറ്റഗറീസാണ് നമ്മൾ പഠിക്കുന്നത്, CISCും RISCും. ഇത് മാത്രമല്ല വേറെ ഉണ്ട്, അതിന് നമ്മളടുത്ത് കാണാം. ഓക്കെ, ഇപ്പോൾ CISCിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ 86 X86, 8086, പിന്നെ അതിൻ്റെ കുറേ ഫാമിലീസ് ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അതെല്ലാം CISC ആർക്കിടെക്ചറാണ്. പിന്നെ RISC എന്ന് പറയുന്നത് പവർ സീരീസ്, സ്പാർക്ക്, MIPS അതൊക്കെയാണ് CISC ആർക്കിടെക്ചറിൽ പെടുന്നത്. ഈ സ്പാർക്കിൻ്റെയൊക്കെ നമ്മൾ മൾട്ടി പ്രോസസ്സറിങ് പഠിച്ചപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 2 കാറ്റഗറീസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ CISC, RISC, സൂപ്പർ സ്കെയിലർ ആൻഡ് VLIW ഇത്രയും കാറ്റഗറി ഫാമിലി ഓഫ് പ്രോസസ്സേഴ്സ് ഏത് ഡിസൈൻ സ്പേസിലാണ് വരുന്നത് എന്നുള്ളത് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഡിസൈൻ സ്പേസ് ഓഫ് CISC, RISC, Superscalar and VLIW processors. First we can see the CISC processor. CISC കാറ്റഗറിയിൽ CISC പ്രോസസ്സർ ഇത് ഏത് ഡിസൈൻ സ്പേസിൽ വരുമെന്നുള്ളതാണ്. ഓക്കെ, ഡിസൈൻ സ്പേസ് മനസ്സിലായില്ല, ആ ഗ്രാഫാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗ്രാഫ്. അപ്പോൾ CISC നമുക്ക് എവിടെ വരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, The CPI of the different CISC instruction varies from 1 to 20. അപ്പം CPI CISCിൻ്റെ CPI എന്ന് പറയുന്നത് ഈസ് റേഞ്ചിങ് ബിറ്റ്വീൻ 1 to 20. അപ്പോൾ 1 to 20 ആകുമ്പോഴത്തേക്കും ആ ഗ്രാഫിൽ മേളിലായിരിക്കും നിൽക്കുന്നത്, ആ സ്പേസിൽ ഏറ്റവും മേളിലായിരിക്കും നിൽക്കുന്നത് അല്ലേ. 1 to 20 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അല്ലേ, ഇതിൻ്റെ മേളിലായിരിക്കും നമുക്ക് CISC വരേണ്ടത്. Therefore CISC processors are at the upper part of the design space. അവർ എപ്പോഴും അപ്പർ പാർട്ടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ബിക്കോസ് CPI മേലോട്ട് പോകുന്നതോറും CPI കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ടാസ്ക് എന്താണ്, ഒരു മാനുഫാക്ചറിൻ്റെ ടാസ്ക് എന്താണ്, CPI മിനിമമായിട്ട് വയ്ക്കുകയും ക്ലോക്ക് റേറ്റ് കൂട്ടി വയ്ക്കുകയും. അങ്ങനെയുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും ഹൈ പെർഫോമൻസ് പ്രോസസ്സർ. ദ ക്ലോക്ക് റേറ്റ് ഓഫ് ടുഡേയ്സ് CISC പ്രോസസ്സർ റേഞ്ചസ് അപ് ടു ഫ്യൂ GHz. ഇപ്പോൾ ക്ലോക്ക് റേറ്റ് ശരിക്കും പറഞ്ഞാൽ CISCിൻ്റെത് കുറച്ച് കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി ബാക്കി പ്രോസസ്സിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടിയ ഒരു ക്ലോക്ക് റേറ്റിലാണ്, ക്ലോക്ക് സൈക്കിളിലാണ് അതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് റേറ്റ് ഇറ്റ് ഈസ് മാർജിനലി ഹൈ എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്ര ഹൈ അല്ല, എന്നാലും ഒരു ആവറേജ് ആയിട്ട് ക്ലോക്ക് റേറ്റ് കൂടുതലാണ് CISCിന്. ഓക്കെ, ഇതാണ് CISCിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഇനി RISC ഏത് സ്പേസിലാണ് RISC വരുന്നത്? ഓക്കെ, RISC എന്ന് പറയുമ്പോഴത്തേക്കും RISC കുറച്ചുകൂടെ CISCിൻ്റെ കാട്ടിയും കുറച്ചുകൂടെ CPI കൂടുതലാണ്.
ഓക്കെ. CPI കുറവാണ്. CPI കുറവായതുകൊണ്ട് അത് കുറച്ചുകൂടെ റിസ്കിനെക്കാട്ടിയും കുറച്ചുകൂടെ താഴെ വരും. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടുകൊണ്ട് CPI കുറച്ച് കുറവാണ്. അതുകൊണ്ട് റിസ്ക് എന്ന് പറയുന്നത് സിസ്കിൻ്റെ താഴെയായിട്ട് വരും. ഓക്കെ. പക്ഷേ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. സിസ്കിൻ്റെ സെയിം ആണ് ഈ റിസ്കിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. With efficient use of pipelines, the average CPI of the RISC instruction has been reduced to between 1 and 2 cycles. അപ്പോൾ ഇതിൻ്റെ CPI എന്ന് പറയുന്നത് ഈസ് ബിറ്റ്വീൻ 1 and 2 cycles. അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ റിസ്കിൻ്റെ CPI വരുന്നത്. അതെങ്ങനെയാണ് അത് കുറയ്ക്കാൻ സാധിച്ചത്? യൂസിങ് ദ ടെക്നോളജി കോൾഡ് പൈപ്പ് ലൈൻ. ഓക്കെ. പൈപ്പ് ലൈൻഡ് ഇൻസ്ട്രക്ഷൻ എന്താണ് പൈപ്പ് ലൈൻ എന്നുള്ളത് നിങ്ങൾ ഇനി അടുത്ത പാർട്ടിൽ പഠിക്കും. ഓക്കെ. പൈപ്പ് ലൈൻ ഞാൻ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പൈപ്പ് ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ. പൈപ്പ് ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും റിസ്കിൻ്റെ എന്ന് കിട്ടി. റിസ്കിൽ എന്താണ് സംഭവിച്ചത്? അതിൻ്റെ CPI റെഡ്യൂസ്ഡ് ആയി ബിറ്റ്വീൻ 1 and 2. ഓക്കെ. ബട്ട് ദ ക്ലോക്ക് റേറ്റ് ഈസ് റിമൈനിങ് സെയിം ആസ് ദ സിസ്ക്. ക്ലോക്ക് റേറ്റ് ഇറ്റ് ഈസ് റിമൈനിങ് ആസ് ദ സിസ്ക്. നോ ചേഞ്ച്. ക്ലിയർ? അപ്പം റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും നോക്കുക, ആ ഡിസൈൻ സ്പേസിൽ എവിടെയാണ് വരുന്നത്? സിസ്കിൻ്റെ താഴെയായിട്ട് റിസ്ക് വരും. ഓക്കെ. നെക്സ്റ്റ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. അടുത്ത സൂപ്പർ സ്കെയിലർ പ്രോസസ്സേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതെവിടെ വരും എന്നുള്ളതാണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ് ക്ലാസ് ഓഫ് റിസ്ക് പ്രോസസ്സർ. റിസ്ക് പ്രോസസ്സറിൻ്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് പ്രോസസ്സറാണ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. ഓക്കെ. ഇറ്റ് അലൗ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ടു ബി ഇഷ്യൂഡ് സൈമൾട്ടേനിയസ്ലി ഡ്യൂറിങ് ഈച്ച് സൈക്കിൾ. ഓരോ സൈക്കിളിലും മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ ഇഷ്യൂ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ. ദ എഫക്റ്റീവ് CPI ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ റിസ്ക് പ്രോസസ്സർ. അപ്പോൾ ഇതിൻ്റെ CPI എന്ന് പറയുന്നത് റിസ്കിനെക്കാട്ടിയും വളരെ കുറവാണ്. അപ്പോൾ സിസ്കിനെക്കാട്ടിയും താഴെ വരുമെന്നർത്ഥം. ഓക്കെ. ക്ലോക്ക് റേറ്റ് ഓഫ് ദ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ മാച്ചസ് ദാറ്റ് ഓഫ് ദ റിസ്ക് പ്രോസസ്സർ. പക്ഷേ ക്ലോക്ക് റേറ്റ് സെയിം തന്നെയാണ്. റിസ്കിൻ്റെ ക്ലോക്ക് റേറ്റ് തന്നെയാണ് സൂപ്പർ സ്കെയിലറിലും വരുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം വരുന്നത് സിസ്ക്കാണ്, അതിൻ്റെ താഴെ റിസ്ക്. ഓക്കെ. റിസ്കിൻ്റെ ഒരു സബ് ക്ലാസ് പ്രോസസ്സറാണ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. ഓക്കെ. ഇത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ CPI എന്ന് പറയുന്നത് വളരെ കുറവാണ്, റിസ്കിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ. അപ്പോൾ ഇത് റിസ്കിനെക്കാട്ടിയും താഴെ വരും. ക്ലിയർ? ബട്ട് ദ ക്ലോക്ക് റേറ്റ് റിമെയിൻസ് ദ സെയിം ആസ് ദ റിസ്ക്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസൈൻ സ്പേസ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഈസ് വെരി ലോങ് ഇൻസ്ട്രക്ഷൻ വേർഡ്. ഓക്കെ. ഇങ്ങനെ ഒരു പ്രോസസ്സറുണ്ട്, ടൈപ്പ് ഓഫ് പ്രോസസ്സറുണ്ട്. ഇതിൽ നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സ് കൂടുതലാണ്. ഓക്കെ. ഇറ്റ് യൂസ് മോർ ഫങ്ഷണൽ യൂണിറ്റ്സ് തന്നെ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. ഇതിനകത്ത് ഫങ്ഷണൽ യൂണിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ CPI കുറച്ചുകൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. ദസ് ദ CPI ഓഫ് ദ VLIW പ്രോസസ്സർ ഈസ് ലോ. ക്ലിയർ? അപ്പോൾ എന്തുകൊണ്ട് ഈ CPI കുറയ്ക്കാൻ പറ്റിയെന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയുക, വൈ ദ CPI ഓഫ് ദ VLI ഈസ് റെഡ്യൂസ്ഡ് ബിക്കോസ് ദ യൂസ് ഓഫ് മോർ ഫങ്ഷണൽ യൂണിറ്റ്സ്. ക്ലിയർ? സൂപ്പർ സ്കെയിലറിൽ എന്തുകൊണ്ട് CPI കുറയ്ക്കാൻ സാധിച്ചു? ബിക്കോസ് ഓഫ് എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. ഇനി റിസ്കിൽ എന്തുകൊണ്ട് നമുക്ക് CPI കുറയ്ക്കാൻ പറ്റി? ബിക്കോസ് യൂസ് ഓഫ് ദ പൈപ്പ് ലൈൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട്. ഓക്കെ. അപ്പം സിസ്കിൽ നിന്ന് നമ്മൾ ഓരോ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് CPI നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ VLIWയിൽ CPI റെഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസ് മോർ ഫങ്ഷണൽ യൂണിറ്റ്സ് ദാൻ എ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. അല്ലേ? അപ്പം ഇൻറ്റൽസ് i860 റിസ്ക് പ്രോസസ്സർ ഹാഡ് എ VLIW ആർക്കിടെക്ചർ. ഇൻറ്റലിൻ്റെ ഈ പറഞ്ഞ കോൺഫിഗറേഷനിലുള്ള ഈ മോഡലിൽ വരുന്ന റിസ്ക് പ്രോസസ്സറിനാണ് ഈ VLIW കോൺഫിഗറേഷൻ ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇതാണ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ CPI എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ദ എഫക്റ്റീവ് CPI ഓഫ് ദ സൂപ്പർ കമ്പ്യൂട്ടർ CPI വളരെ ലോ ആണ്. ഓക്കെ. CPI വളരെ ലോ ആണ്, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. എഫക്റ്റീവ് CPI ഓഫ് ദി സൂപ്പർ കമ്പ്യൂട്ടർ ഷുഡ് ബി വെരി ലോ.
It is positioned at the lower right corner. Why it is lower right corner? ലോവർ ആകുമ്പോഴത്തേക്കും CPI will be less. റൈറ്റ് ആകുമ്പോഴത്തേക്കും ദ ക്ലോക്ക് റേറ്റ് വിൽ ബി ഹൈ. അതുകൊണ്ടാണ് ആ സ്പേസിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. പൊസിഷൻഡ് അറ്റ് ദ ലോവർ റൈറ്റ് കോർണർ ഓഫ് ദ ഡിസൈൻ സ്പേസ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് കൂടുതലാണ് ആൻഡ് ദ പവർ കൺസംഷൻ ഈസ് ഓൾസോ ഹൈ. അതാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, അതിനിവിടെ ശരിക്കും പറഞ്ഞാൽ ഇംപ്ലിക്കേഷൻ ഇല്ല. ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസൈൻ സ്പേസ് ആണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ, ഡിസൈൻ സ്പേസ് ഓഫ് മോഡേൺ പ്രോസസ്സർ ഫാമിലീസ്. ഓക്കെ, നമ്മളെ സിസ്ക് കണ്ടോ? സിസ്ക് നമ്മളെ സ്കെയിലാർ ആർക്കിടെക്ചറാണ് സിസ്ക് എന്ന് പറയുന്നത്. വെറും സിസ്ക് എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. സിസ്ക് മേളിലിരിക്കുന്നു കണ്ടോ? 2 to 20 ഇടയ്ക്കാണ് കേട്ടോ. CPI 2 to 20 ഇടയ്ക്കാണ് ആര് വരുന്നത്? സ്കെയിലാർ സിസ്ക് ആർക്കിടെക്ചർ വരുന്നത്. ഓക്കെ, ഇനി റിസ്ക് വരുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ 1 and 2 അല്ലേ? ബിറ്റ്വീൻ 1 and 2 നമ്മൾ റിസ്ക് വരുന്നത്. ഓക്കെ, ക്ലോക്ക് റേറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ക്ലോക്ക് റേറ്റ് സിസ്കിൻ്റെ റിസ്കിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, നമ്മൾ മൂന്നാമത് പഠിച്ച സൂപ്പർ സ്കെയിലാർ റിസ്ക് ഉണ്ടോ? സൂപ്പർ സ്കെയിലാർ റിസ്കിൻ്റെ ഒരു സബ് ക്ലാസ് ആണെന്ന് പറഞ്ഞു അല്ലേ? സൂപ്പർ സ്കെയിലാർ വന്നിരിക്കുന്നുണ്ടോ? CPI കുറച്ചുകൂടെ കുറവാണ്. ഓക്കെ, പക്ഷേ ക്ലോക്ക് റേറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം ആസ് ദ റിസ്ക്. ഓക്കെ, ഇനി VLIWയിൽ എന്താണ്? കുറച്ചുകൂടെ നമുക്ക് CPI കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ക്ലോക്ക് റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. ക്ലോക്ക് റേറ്റ് കുറച്ച് കുറവാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് വെക്റ്റർ സൂപ്പർ കമ്പ്യൂട്ടർ. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പൊസിഷൻ കണ്ടോ? എക്സ്ട്രീം റൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് CPI കുറവാണ്, ക്ലോക്ക് റേറ്റ് കൂടുതലാണ് ഈ പൊസിഷനിൽ. ഓക്കെ, ഇതാണ് ഈ ഡിസൈൻ സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു രണ്ട് മാപ്പിങ്ങിൽ, അതായത് CPI ക്ലോക്ക് റേറ്റ് മാപ്പിങ്ങിൽ ഈ സംഭവം എവിടെ വരും എന്നുള്ളതാണ് ഈ ഡിസൈൻ സ്പേസ് ഓഫ് എ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ, ഒരു സെൻട്രൽ ഒരു പോയിൻ്റ് വെച്ചിട്ട് ഇവിടെയാണ് എല്ലാ പ്രോസസ്സേഴ്സും ഏകദേശം വരുന്നത് എന്ന് കാണിച്ചിരിക്കുന്നതാണ്. മോസ്റ്റ് ലൈക്ലി ഫ്യൂച്ചർ പ്രോസസ്സർ സ്പേസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഫ്യൂച്ചർ പ്രോസസ്സർ സ്പേസ് മിക്കവാറും ഇവിടെയാണ് വരുന്നത്. ഹൈ പ്രോസസ്സിംഗ് സിസ്റ്റം, ഹൈ പെർഫോമൻസ് ഉള്ള പ്രോസസ്സേഴ്സ് എല്ലാം മോസ്റ്റ്ലി ഇവിടെയാണ് വരുന്നത് എന്നാണ് ഈ ഫിഗർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഡിസൈൻ സ്പേസ് ഓഫ് എ മോഡേൺ പ്രോസസ്സർ ഫാമിലീസ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇത് എവിടെയാണ്, ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി, ഈ ഫിഗർ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ക്ലിയർ? ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് ഓൺ ദ പൈപ്പ് ലൈൻ ഇൻസ്ട്രക്ഷൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.